ജോർജ് ജോസഫ്, ഇതിപ്പോൾ ഒരു ഇന്റലിജൻസ് വീഴ്ച ഇതിൽ വ്യക്തമല്ലേ? നേരത്തെ ഇയാൾ തട്ടിപ്പ് നടത്തിയതാണ്, തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം കൂടുതൽ വിപുലമായ തട്ടിപ്പിലേക്ക്, സംസ്ഥാനത്തെ ആകെ കേന്ദ്രീകരിച്ചുള്ള വലിയ തട്ടിപ്പിലേക്ക് അയാൾക്ക് പോകാൻ കഴിയുന്നത് എന്ത് ധൈര്യത്തിലായിരിക്കണം? ഇല്ല, തട്ടിപ്പിൻ്റെ നിലവാരം ഏതായാലും കൂടിക്കൂടി വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആടുമാഞ്ചിയൊക്കെ കണ്ടു, അതിനുശേഷം നമ്മൾ നാഗമാണിക്യം കണ്ടു, സ്വർണ്ണച്ചേന കണ്ടു, എന്തൊരു തട്ടിപ്പാണ്. പുരാവസ്തുവിൻ്റെ അകത്ത് DGPമാരെ ഉൾപ്പെടുത്തിയുള്ള തട്ടിപ്പൊക്കെ കണ്ടു. ഇപ്പോഴത്തെ തട്ടിപ്പ് കുറച്ചുകൂടെ അതിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അതിലെ സൂപ്പർ തട്ടിപ്പാണത്. അത് നമ്മൾ അതിൻ്റെ മൊത്തം ഇതുവരെ ഞാൻ കണക്കാക്കി 800 കോടി രൂപ വന്നിട്ടുണ്ട്. 33,000 ആപ്ലിക്കൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ പറയുന്നത് 34,000. അതെ, ഇത് മൂവാറ്റുപുഴ പോലീസ് കണ്ടെത്തിയതാണ്. 33,000 നേരത്തെ, ഇപ്പം 34,000 ആയിക്കാണ്. അത് ഇനി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. 21 അക്കൗണ്ടിൽ കൂടിയാണ് 600 കോടി രൂപ പോയിട്ടുണ്ട്. 21 അക്കൗണ്ട് അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്ത പൈസയും ആർക്കൊക്കെ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ, എവിടൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ പണം, ആർക്കൊക്കെ NGOയ്ക്ക് കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം കൃത്യമായി 2 ഡയറിയിൽ അനന്തകൃഷ്ണൻ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഭാഗ്യമായി. പോലീസിന് ആ ഡയറി ഇപ്പം കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തട്ടിപ്പിൻ്റെ തുടക്കം കൊച്ചി ഗിരിനഗറിലാണ് ആദ്യമായിട്ട് ഒരു സോഷ്യൽ BEE എന്ന് പറയുന്ന തേനീച്ചക്കൂട്ടം പോലെ തന്നെ ആൾക്കാർ ഇതിനകത്ത് വന്നു ചേർന്നതാണ്. തുടക്കത്തിൽ 1 ലക്ഷം രൂപ മുടക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സോഷ്യൽ B എന്ന് പറഞ്ഞിട്ടാണ്. അവിടെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ദുരുദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും. രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള സഹായം ഒക്കെ പലർക്കും ലഭിക്കുന്ന ചിലപ്പോൾ അവരെല്ലാവരും വന്ന് ചേരും. പക്ഷേ അവർക്ക് പിന്തുണ കൊടുത്തോട്ടെ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോട്ടെ. പക്ഷേ അതിനകത്ത് നിന്ന് കമ്മീഷൻ, അതിനകത്ത് NGOക്കാർ കമ്മീഷൻ 46 ലക്ഷം, 20 ലക്ഷം, 10 ലക്ഷം. ഓരോ ജില്ലാ പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് 2.5 ലക്ഷം ഇടുക്കി CPM അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും രാഷ്ട്രീയ ഭേദമന്യേ സംഭാവന കിട്ടിയിട്ടുണ്ട്. ഇത് ആരുടെ പൈസയാണ്? പാവങ്ങളുടെ പൈസ. കാരണം ഏറ്റവും താഴെക്കടയുള്ളവർക്ക് ഒരു ആഗ്രഹവും ജീവിതത്തിൽ സ്ത്രീകൾക്കുണ്ട്. ഒരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല. ഒരു സ്കൂട്ടി, ഒരു 2 വീലർ അവർ പണയം വെച്ചും ഇവിടുന്ന് മറിച്ചും പകുതി പൈസ കൊടുത്തു. നമ്മൾ ആലോചിക്കണം അതുങ്ങളുടെ വേദന. ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പണം സംഘടിപ്പിച്ച് കൊടുത്തിട്ട്, കാരണം അതിനകത്ത് അവരെ വീഴിക്കാൻ നേരത്തെ ഒരു തന്ത്രം ഉണ്ടായിരുന്നു. തയ്യൽ മെഷീൻ കൊടുക്കും, 12,000 രൂപയുടെ തയ്യൽ മെഷീൻ 6,000 രൂപ കൊടുത്താൽ മതി. അതുങ്ങൾക്ക് വലിയ ഹാപ്പിയായി. അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷം ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഓണത്തിൻ്റെ സമയത്ത് കിറ്റ് കൊടുക്കുക, ഇതുപോലെയുള്ള ധാരാളം തട്ടിപ്പുകൾ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ധാരാളം തട്ടിപ്പുകൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയിട്ടാണ് ഇത്രയും 800 കോടികൾ, അതൊരു 1000 കോടിക്ക് അപ്പുറത്തോട്ട് പോകും. പക്ഷേ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് NGOയുടെ ആനന്ദകുമാർ 1-ാം പ്രതിയും ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാർ 2-ാം പ്രതിയും, GN രാമേന്ദ്രൻ നായർ, അനന്തകൃഷ്ണൻ 3-ാം പ്രതിയായിട്ട് ഒരു FIR ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 20 കോടിയുടെ തട്ടിപ്പാണ് വന്നിരിക്കുന്നത്. അവരെയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. കാരണം അവരെ കണ്ടിട്ടാണ് ഇവരെല്ലാവരും പണം കൊടുത്തതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പം കോൺഗ്രസ്സിലുണ്ട്, എല്ലാ പാർട്ടിയിലുമുള്ള ആൾക്കാർ ഇതുപോലെ പണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സാധനത്തിൻ്റെ 50% പൈസ കൊടുക്കാൻ ബാക്കി 50% എങ്ങനെ ഒക്കുമെന്നെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ രാഷ്ട്രീയക്കാർ, അല്ലെ പൈസ വാങ്ങിച്ചവർ, അല്ലെ NGOക്കാർ? അതെന്താ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ഏത് തട്ടിപ്പിനും കൂട്ടു നിൽക്കുമെന്ന് നമുക്ക് തോന്നും. കാരണം യഥാർത്ഥത്തിൽ അവർക്കിതൊക്കെ പരിശോധിക്കണം. കാരണം അനർഹമായ ഫണ്ട് ആണിത്, പാവങ്ങളുടെ നിന്ന് സംഘടിപ്പിച്ച ഫണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1,20,000 രൂപയുടെ ഒരു സ്കൂട്ടി 60,000 കൊടുത്ത് ബാക്കി അവരുടെ മറ്റേ ഫണ്ട്, മറിച്ച ഫണ്ട് 10%-ൻ്റെയൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നത്? ഇതൊക്കെയല്ലേ തട്ടിപ്പ്? അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരാണോ കേരളത്തിലുള്ളത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.